നമസ്കാരം. നീറ്റ് ക്രമക്കേടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്യും മുന്നേ 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെയും കുടുംബങ്ങളെയും തകർത്തു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഈ ക്രമക്കേട് വ്യക്തമായിട്ടും പേപ്പർ ചോർച്ച ആരോപണം സർക്കാർ നിഷേധിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർലമെന്റിൽ ശക്തമായി ഉയർത്തുമെന്നും ചെറുപ്പക്കാരുടെ ശബ്ദം അടിച്ചമർത്താൻ ഇന്ത്യ സഖ്യം അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. നീറ്റ് വിവാദത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ABVP. NDA ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്ന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും കേന്ദ്ര സർക്കാരിനെ ഉപദേശിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. നിയുക്ത DMK MPമാരുടെ യോഗത്തിലാണ് പരാമർശം. പ്രവേശന പരീക്ഷ നടത്തിപ്പിൽ വൻ ക്രമക്കേടുകൾ നടന്ന സാഹചര്യത്തിൽ നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന് DMK MPമാരുടെ യോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. MK സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രമേയം പാസാക്കി. നീറ്റ് പരീക്ഷയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണം. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പ്രമേയത്തിൽ വ്യക്തമാക്കി. പ്രധാനമായും വിദ്യാഭ്യാസ മാഫിയയുടെയും സർക്കാർ സംവിധാനം നടത്തുന്ന ചോദ്യപേപ്പർ ചോർച്ചയുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയിരുന്നുവെങ്കിൽ നിരവധി പദ്ധതികൾ കോൺഗ്രസ് തയ്യാറാക്കിയിരുന്നു. പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് NIT അടക്കമുള്ളവർ യോഗം ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും ഇത് തടയാൻ വേണ്ടി 4-അംഗ സമിതി രൂപീകരിച്ചെന്നുമൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് നീറ്റ് വിഷയം ഏറ്റെടുക്കുകയാണ്. ഈ വിഷയം മോദിക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തുമെന്നതും വ്യക്തമാണ്.